നമസ്കാരം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആയിട്ട് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് നേന്ത്രപ്പഴം ഇങ്ങനെ പുഴുങ്ങി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തെ നാരെല്ലാം ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. അപ്പം ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം അകത്തെ നാരെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഞാനിതൊന്ന് ഇങ്ങനെ ഒന്ന് കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു കപ്പോളം വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു ലൂസ് ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് ലൂസാക്കി ഒരു മാവ് ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. ഇനി ഞാനൊരു ചെറിയൊരു ബൗളിൽ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് കുഴയ്ക്കുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്കൊന്ന് നെയ്യോ എണ്ണയോ തേക്കാം. എന്നിട്ട് ഇതിങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു ബോളായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട വലിപ്പത്തിൽ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാൻ ഇച്ചിരി വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മാവിൻ്റെ ബാറ്ററിൽ ഒന്ന് മുക്കാം. എന്നിട്ട് നല്ല ഒന്നും കൂടെ പുറം ഒന്ന് ക്രിസ്പി ആകാനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ബോൾ നമുക്ക് ഈ കോൺഫ്ലെക്സിൽ മുക്കി ഒന്ന് നന്നായിട്ട് കോൺഫ്ലെക്സ് കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ റെഡിയാക്കിയതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പ് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബോള് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിച്ചെടുക്കാം. അതായത് അകം വെന്തതായതുകൊണ്ട് നമുക്ക് പുറഭാഗം മാത്രം ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. എന്നാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. താങ്ക് യു.